ഹായ് ഹലോ, എല്ലാവർക്കും ഇറ്റാലിയൻ ഡിഷുകളിലേക്ക് സ്വാഗതം. നല്ല രുചിയിലും അതുപോലെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ലഞ്ച് വ്ളോഗുമായിട്ടാട്ടോ ഇന്ന് എത്തിയിരിക്കുന്നത്. നാടൻ രീതിയിൽ ചെയ്തെടുത്തിരിക്കുന്ന ഒരു സിമ്പിൾ ഊണാട്ടോ ഇന്നത്തേത്. 3-4 കൂട്ടം കറികളും നല്ല ചൂട് ചോറും വാഴയിലയിൽ വിളമ്പിയിട്ടാട്ടോ ഇന്ന് നമ്മൾ കഴിക്കുന്നത്. കറികളായിട്ട് എടുത്തിരുന്നത് പോർക്ക് വരട്ടിയത്, അത് മലബാർ സ്റ്റൈലിലുള്ളതാണ്. കൂടെ ഒരു ക്യാബേജിൻ്റെ ഉപ്പേരി, കൂടെ ഒരു വെണ്ടയ്ക്ക ചാറ്, സിമ്പിളായിട്ടുള്ള ഒരു മാങ്ങ ചമ്മന്തി. ഇനി ഇത് ഓരോന്നായി തയ്യാറാക്കുന്ന വിധം ഒന്ന് കണ്ടു നോക്കാം. ഇതിലേക്കായിട്ട് എടുത്തിരിക്കുന്ന ഇറച്ചി 750 ഗ്രാമാണ്. ഇനി ഇത് ആദ്യം ഒന്ന് തിരുമ്മി മാറ്റി വെക്കാം. അതിനായിട്ട് ഇതിലേക്ക് ഒരു സ്പെഷ്യൽ മസാലയായിട്ട് ആഡ് ചെയ്യുന്നത്. അതിനായി എടുത്തിരിക്കുന്നത് 1 ടീസ്പൂൺ പെരിഞ്ചീരകം, കൂടെ 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, കൂടെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 3-4 ഉലുവ. ഇത്രയും ചേർത്ത് ഒന്ന് പൊടിച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും ഇതൊന്ന് തിരുമ്മിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള നാരങ്ങ നീരും കൂടിയാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഈ തിരുമ്മിയെടുത്ത ഇറച്ചിനെ മിനിമം ഒരു 20 മിനിറ്റെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ശേഷം ഈ ഇറച്ചിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനായിട്ട് ഒരുപാട് ഓയിൽ ആവശ്യമില്ല കേട്ടോ. ഇതിൽ നിന്നും ആവശ്യത്തിന് നെയ്യ് ഇറങ്ങുന്നത് കൊണ്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇത് ഏകദേശം കളറൊക്കെ വെച്ച് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ എണ്ണയിൽ നിന്ന് ഇതിനെ ഒന്ന് കോരി മാറ്റാം. ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഗ്രേവി തയ്യാറാക്കാം. അതിനാവശ്യമായി എടുത്തിരിക്കുന്നത് 2 മീഡിയം സൈസ് സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. ഇതെല്ലാം ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ വഴന്നു വന്ന ഉള്ളിയിലേക്ക് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, കൂടെ ഒരു 3/4 ടീസ്പൂൺ ഗരം മസാലയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ പൊടികളെല്ലാം ഉള്ളിയുമായിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി യോജിപ്പിച്ചെടുക്കാം. ഇനി ഈ വഴന്നു വന്ന ഉള്ളിയിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പോർക്കും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് പൊടി കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി യോജിപ്പിക്കാം. ഇനി ഇത് ചെറുതീയിലേക്ക് മാറ്റി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ കുറച്ച് നേരം ഇത് നമ്മളിതിനെ വരട്ടി കറക്റ്റ് പാകത്തിന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റിലാട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ചാറുകറി തയ്യാറാക്കാം. അതിനാവശ്യമായിട്ട് വെണ്ടയ്ക്ക ഒരു 250 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. കൂടെ ഒരു 1/4 സവാള, 2 പച്ചമുളക്, ഒരു വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. ഇനി ഇതിൽ ചെറുതായിട്ട് തിള വന്ന് തുടങ്ങിയ ശേഷം ആവശ്യമുള്ള പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 3/4 ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ചേർത്ത് ഒന്ന് പാനിലിട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ പൊടികളെല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. പൊടികളെല്ലാം ചേർത്ത് ഒന്ന് തിളച്ച് തുടങ്ങിയതിന് ശേഷം നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇപ്പോൾ വെണ്ടയ്ക്കൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 പിടി തേങ്ങ അരച്ചതാണ് ചേർക്കുന്നത്. അതൊട്ടും തരിയില്ലാതെ അല്പം വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. വീണ്ടും ചെറു തീയിൽ തന്നെ വയ്ക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിൽ ചെറുതായിട്ട് തിള വന്ന് തുടങ്ങുന്ന നേരത്ത് ഇതിനകത്തേക്ക് കടുകും കൂടെ പൊട്ടിച്ചൊഴിക്കുക കേട്ടോ. ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ സിമ്പിളായിട്ടുള്ള ക്യാബേജ് ഉപ്പേരി തയ്യാറാക്കാം. അതിനായി ആദ്യം ചൂടായിരിക്കുന്ന ഒരു പാനിൽ നമുക്കൊന്ന് കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാം. പൊട്ടി വന്ന കടുകിലേക്ക് ക്യാബേജും കുഞ്ഞുള്ളിയും പച്ചമുളകും ഒരല്പം ഉപ്പും ചേർത്ത് ഒന്ന് തിരുമിയ ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങളുടെ കൈവശം കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് ചെറിയ തീയിൽ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ക്യാബേജൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ ഒരു പരുവത്തിൽ ഉപ്പും കൂടെ നോക്കുക. ആവശ്യമെങ്കിൽ വീണ്ടും ഒരല്പം ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ തേങ്ങയൊക്കെ ഒന്ന് ഒതുങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പേരി തയ്യാറായിട്ടുണ്ട്. ഇനി ഇവിടെ വല്ലപ്പോഴും ആട്ടോ ഈ മാങ്ങയും കിട്ടുന്നത്. അപ്പം മാങ്ങ കിട്ടുമ്പോൾ ചെയ്യുന്നത് അതിൽ നല്ലൊരു ചമ്മന്തിയാണ് കേട്ടോ.
ഒട്ടും സിമ്പിളായിട്ടാട്ടോ ഇത് ചെയ്യുന്നത്. ഇതിനായിട്ട് ഒരു 2 പിടി തേങ്ങ ചിരകിയതും ഒരു 3/4 മാങ്ങയും ചെറിയുള്ളിയും പിന്നെ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് 1/4 ടീസ്പൂണോളം ഉപ്പും ചേർത്ത് ചെറിയ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കുന്നു. ശേഷം ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്ത് ഇലയിലേക്ക് വയ്ക്കാം. ഇനി വാഴയിലേനെ ഒന്ന് കഴുകി തൂത്തെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് വാട്ടിയെടുക്കാം. ഇതുപോലെ വാഴയിലയൊക്കെ ഈ ഒരു സമ്മർ ടൈമിൽ മാത്രം കിട്ടുക. അപ്പോൾ ഈ കിട്ടുന്ന സമയത്ത് ഇതിൽ ഒന്ന് വാട്ടിയെടുത്ത് ചോറുണ്ണുമ്പോഴത്തേക്കും ചോറിനൊക്കെ അപാര രുചിയാട്ടോ തോന്നുക. കുഞ്ഞില ആയതുകൊണ്ട് ഞാനൊരു പ്ലേറ്റിലേക്കാട്ടോ ഇല വെച്ച് കൊടുത്തത്. ഇതിലേക്ക് ചൂട് ചോറും വിളമ്പി കൂടെ പോർക്ക് വരട്ടിയത് പിന്നെ ഒരു കുഞ്ഞുരുള മാങ്ങാ ചമ്മന്തിയും ഉപ്പേരിയും വെണ്ടയ്ക്ക ഒഴിച്ചുകറിയും കൂടെ ചേർത്ത് നല്ല അസലായിട്ടൊരു ഊണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഊണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഓരോ റെസിപ്പികളും ചെയ്യാൻ നല്ല സിമ്പിളാട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മാത്രമല്ല നല്ല ടേസ്റ്റും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. കൂടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും കൂടെ മറക്കില്ല കേട്ടോ. അപ്പോൾ എല്ലാവരോടും ബൈ.